അസ്സലാമലൈക്കും, നമസ്കാരം. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ തയ്യാറാക്കുന്ന ഒരു ശർക്കര വരട്ടിയാണ്. അപ്പോൾ ഈ ശർക്കര വരട്ടി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ശർക്കര വരട്ടി. വെറുതെയൊക്കെ കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. നമ്മൾ സദ്യക്കൊക്കെ വിളമ്പുമ്പോൾ ഇത് ഉണ്ടാവുമല്ലോ ഈ ശർക്കര വരട്ടിയൊക്കെ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. 1 കിലോ നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തോല് കളയുക. അപ്പോൾ ഇത് തോല് കളയേണ്ട ഇതുപോലെ 2 അറ്റവും ആദ്യം കട്ട് ചെയ്യുക. ഇതുപോലെ 2 അറ്റവും കട്ട് ചെയ്തിട്ട് ഇതൊരു കത്തി കൊണ്ട് ഇതുപോലെ അങ്ങോട്ട് കീറി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ചുണ്ട് കൊണ്ടൊന്നും ഇങ്ങോട്ട് അടർത്തിയിട്ട് ഈ തോലൊക്കെ ഒന്നിങ്ങോട്ട് പൊളിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതിൻ്റെ തോലൊക്കെ നല്ല ഒന്ന് പൊളിച്ചെടുക്കട്ടെ. അപ്പോൾ നല്ല മൂത്ത നേന്ത്രക്കായ നോക്കിയിട്ട് വാങ്ങുക. അപ്പോൾ ഞാൻ ഇതുപോലെ തോലൊക്കെ തൊലിച്ചെടുത്തു. എന്നിട്ട് ഇനി എങ്ങനെ കട്ട് ചെയ്യണമെന്നും കൂടെ കാണിക്കാം. അപ്പോൾ ഇതുപോലെ നടുവിൽ ഇങ്ങോട്ട് കീറിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. അത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ പീസും ഒരേ കനത്തിലാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കനം കുറഞ്ഞതും കനം കൂടിയതൊക്കെ ആയാൽ നമ്മൾ ഇത് വറുത്തെടുക്കുന്ന സമയത്ത് വേവാതെയൊക്കെ ആയിട്ട് വരും, വെന്തതും വേവാതെയൊക്കെ ആയിട്ട്. അപ്പോൾ ഒരേ കനത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവനായിട്ട് തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണ ചൂടാക്കിയിട്ടൊന്ന് വറുത്ത് കോരാം. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ കൈമേൽ തോല് പൊളിക്കുമ്പോൾ തന്നെ കൈമേൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുക. എന്നാൽ കൈമേൽ കറാവില്ല. ഞാൻ പുരട്ടി കൊടുക്കാൻ മറന്നു. അപ്പോൾ എൻ്റെ കൈമേലൊക്കെ നല്ല കറൊക്കെ ആയിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ പുരട്ടിയിട്ട് അത് കളഞ്ഞാൽ മതി. മറന്നു പോയാൽ വെളിച്ചെണ്ണ വെച്ചിട്ട് കളയാം. അപ്പോൾ ഞാൻ എണ്ണ എല്ലാം ചൂടാക്കി അതിലേക്ക് ഇതുപോലെ കട്ട് ചെയ്ത നേന്ത്രക്കായ ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിങ്ങനെ കുറേശ്ശെ നല്ലൊന്ന് വറുത്ത് കോരാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്ത് കോരാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ക്രിസ്പി ഒന്നും ആവാതെ കരിഞ്ഞു പോകും. പിന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വേണം നമ്മളിത് നിന്ന് കോരിയെടുക്കാൻ. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് എടുത്ത് കഴിച്ച് നോക്കിയാൽ മതി ക്രിസ്പി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഇതുപോലെ ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് ഇതുപോലെ ഈ ഓയിലിട്ടിട്ട് നല്ല ഒന്ന് വറുത്ത് കോരാം. നല്ല ക്രിസ്പി ആക്കിയിട്ട് നല്ല നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു കറുമുറൊക്കെ ആവണ ആ ഒരു സ്റ്റേജിലാണിത് വറുത്ത് കോരേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഞാനിത് മുഴുവനും എണ്ണയിലിട്ടൊന്ന് വറുത്ത് കോരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ടും വറുത്ത് കോരി. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളതിൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി വേണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര കൂട്ടിയിട്ട് ഏലക്ക പൊടിച്ചുമ്പോൾ നല്ലൊന്ന് പൊടിഞ്ഞ് കിട്ടും. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കുറച്ച് നല്ല ജീരകമാണ്. നല്ല ജീരകത്തിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ അടുത്ത് പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിൽ തന്നെ കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചുക്ക് പൊടിയാണ്, പിന്നെ ശർക്കര. അപ്പോൾ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിയിലിട്ടിട്ട് ഞാനൊന്ന് കുറച്ച് വെള്ളം മതി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. എൻ്റെ ഇവിടെ ചുക്കുപൊടി ചുക്കുപൊടി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ചുക്കുപൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ട് നല്ല കുത്തി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊന്നും ചേർക്കാതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശർക്കര നല്ല മെൽറ്റായതിന് ശേഷം നല്ല ഒന്ന് കത്തിയിട്ട് ഇതൊരു വട്ടൽ പരിവാണ് വരെ ഒന്ന് നമുക്ക് കത്തിച്ചതൊന്ന് വറ്റിച്ചെടുക്കാം. അങ്ങനെ കുറച്ച് സമയം ഇതുപോലെ നല്ല ഒന്ന് കത്തിച്ച് ഒന്നിങ്ങനെ ഒരു പാനിയായിട്ട് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ച നേന്ത്രക്കായ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ നേന്ത്രക്കായ വറുത്ത് വെച്ചതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ലൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഈ ശർക്കരയൊക്കെ ഇതിലേക്ക് പിടിക്കണം.
ശർക്കരയൊക്കെ ഇതിലേക്ക് പിടിച്ചൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ പിന്നെ പൊടിച്ച് വെച്ച ഏലക്ക ഉണ്ടല്ലോ, ഏലക്ക നല്ല ജീരകമൊക്കെ, അത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതും ഇട്ട് കൊടുക്കുക. ഈ നമ്മൾ പൊടിച്ച് വെച്ച പിന്നെ ഇതുണ്ട്, പഞ്ചസാര ചേർത്ത് പൊടിച്ചതല്ലേ, നല്ല ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചതാണ്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ നല്ലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെയാണ് ഞാൻ പിഴിഞ്ഞ് വെച്ച ഇഞ്ചിയുടെ പിന്നെ ചാറ്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ചുക്കുപൊടി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിന് പകരം ചുക്കുപൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഈ ശർക്കരയും ചുക്കുപൊടിയും ഇഞ്ചി ഏലക്കായപ്പൊടിയൊക്കെ അതിലേക്കത് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പിടിച്ച് നല്ലൊന്ന് ശർക്കരയൊക്കെ ഒന്ന് വറ്റി വന്ന് ഒക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ നല്ല വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി കൂടെ വന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്നുണ്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്യാം. ഈ അരിപ്പൊടി ഇട്ടിട്ട് നല്ലൊന്ന് ഇളക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എടുക്കാം. ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നതൊന്ന് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ശർക്കര വരട്ടി വരെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. ഇതിവിടെ ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസം തന്നെ പിന്നെ പാത്രം കാലിയായി. അന്ന് പിന്നെ നോക്കിയപ്പോൾ കുട്ടികളൊക്കെ എടുത്തുകൊണ്ട് വെറുതെ അങ്ങനെ കഴിച്ച് കാലിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ശർക്കര വരട്ടി നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നല്ല രസമാണ്, എനിക്കെല്ലാം ഇഷ്ടമായി ശർക്കര വരട്ടി ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും റെഡിയാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇൻഷാ അല്ലാഹ്.